വാർത്ത തികച്ചും അവാസ്തവവും സത്യവിരുദ്ധവുമായിട്ടുള്ള വാർത്തകളുടെ എല്ലാ റെക്കോർഡും ഞങ്ങളുടെ കയ്യിലുണ്ട്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ അകത്ത് ആ കേസ് രേഖകളൊന്നും കാണാനുണ്ടെന്ന വാർത്തകളാണ്. വാർത്ത തികച്ചും അവാസ്തവവും സത്യവിരുദ്ധവുമായിട്ടുള്ള വാർത്തകളുടെ എല്ലാ റെക്കോർഡും ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ റെക്കോർഡും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അഫിഡവിറ്റ് ഇപ്പോൾ ഫയൽ ചെയ്യും. അഫിഡവിറ്റ് അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ശരിയല്ല. അങ്ങനെ ഒരു രേഖകളും കാണാതായിട്ടില്ല. അങ്ങനെയുള്ള വാർത്ത പ്രചരിക്കുന്നത് തന്നെ തെറ്റ്. അങ്ങനെ അല്ലാതെ മാർച്ച് 14 മുമ്പ് ഫയൽ ചെയ്യണം എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എടുത്തത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് വക്കീലിന് അയച്ചു കൊടുത്ത് ഒരു അഫിഡവിറ്റ് രൂപത്തിൽ നമ്മൾ ഫയൽ ചെയ്യണം. മാർച്ച് 14 മുമ്പ് ഫയൽ ചെയ്യും. ഗവൺമെൻറ് ഫയൽ ചെയ്യണം. ദേവസ്വം ബോർഡിൻ്റെ അല്ലേ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചൊല്ല റെസൊല്യൂഷൻ എടുത്തിരിക്കുകയാണല്ലോ. പറ്റിയ അതിനകത്ത് സന്ദിഗ്ധതയൊന്നും തന്നെ ഇല്ല. അതിനകത്ത് ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഇവന്റ് മാനേജ്മെൻറ്റ് പറഞ്ഞത് 7.02 മറ്റോ ആണല്ലോ അവർ പറഞ്ഞത്. അതാണ് അവരുടെ ക്ലെയിം. അതിനകത്ത് എന്തെല്ലാം നമുക്ക് അനുവദിക്കാൻ പറ്റുന്നുള്ളത് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചതും ഓഡിറ്റർ പരിശോധിച്ചതിന് ശേഷം ഒരു എമൗണ്ടിലേക്ക് എത്തും. അത് മുഴുവൻ അംഗീകരിക്കേണ്ടതാണോ എന്നുള്ള ഓഡിറ്റർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഓഡിറ്റർ ഏൽപ്പിച്ചിട്ടേ പിന്നെ എത്ര തുകയിൽ നിർത്തിത്തരണം എന്ന് പറഞ്ഞാൽ ശരിയല്ല. അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്ന് പിന്നെ എന്താണ് പഴയ പ്രസിഡൻറ്റ് ആ ബോർഡിൻ്റെ സമയത്ത് ഇത് 4.99 കോടിയിൽ അധികരിക്കരുത് എന്ന് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു ധാരണയിൽ തന്നെയാണ് മുമ്പോട്ട് പോയത്. പക്ഷെ അത് ICCക്കാരത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അംഗീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ 7 കോടിയുടെ ബില്ല് വന്നത്. നിർബന്ധമൊന്നുമില്ല. അവരുടെ ബില്ല് പേരിൽ കിടക്കുകയാണ്. അത് ഞങ്ങൾ എത്ര കൺസീഡ് ചെയ്തെന്നുള്ളതാണ് ഇപ്പോൾ വിഷയം. അത് അടിച്ചു കഴിയുമ്പോൾ അറിയാം. പിന്നെ അന്ന് 4.99 എന്നുള്ളത് ബോർഡിൻ്റെ അല്ല, അന്നത്തെ പ്രസിഡൻറ്റും കമ്മിറ്റിയൊക്കെ എടുത്തൊരു തീരുമാനമാണ് അതിൽ നിർത്തണം എന്നുള്ളത്. അന്നങ്ങനെ എടുത്തത് ശരിയാണ്. ഇപ്പോൾ ഫൈനൽ ഓഡിറ്റ് കഴിയുമ്പോഴേ നമുക്ക് അതിനകത്തൊരു പിക്ചർ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമുക്ക് കണക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ബോർഡിൻ്റെ. ഞാനിപ്പോൾ അത് ഇപ്പോൾ കോടതി ചെന്ന് കോടതി പറയട്ടെ. കോടതിയിൽ കൊണ്ട് കൊടുക്കുമല്ലോ ഇതെല്ലാം കൂടെ. അല്ല, നമുക്കിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കണക്ക് മറച്ചു വയ്ക്കാനോ ഉള്ള കണക്കെല്ലാം കൊടുത്തിട്ടുണ്ട്.